അടുത്ത 5 സെക്കൻഡിൽ സൂര്യൻ അപ്രത്യക്ഷമായാൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സൂര്യപ്രകാശവും ചൂടും വെളിച്ചവും ഒക്കെ പെട്ടെന്നൊരു നിമിഷം അപ്രത്യക്ഷമായാൽ എന്തു സംഭവിക്കും? പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എങ്കിലും നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. സൂര്യനില്ലാതെ ഭൂമി എന്തു ചെയ്യും? സൂര്യനില്ലാതെ ഭൂമിക്ക് എന്തു ചെയ്യാൻ പറ്റും? നോക്കാം. അതിനായി വീഡിയോ മുഴുവനായും കാണുക. അതിന്റെ കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പെട്ടെന്നൊരു നിമിഷം സൂര്യൻ അപ്രത്യക്ഷമായാൽ കുറച്ചു നിമിഷത്തേക്ക്, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 8 നിമിഷത്തേക്ക് ഒന്നും സംഭവിക്കുകയില്ല. എല്ലാം സാധാരണ പോലെ നോർമൽ ആയിരിക്കും. കാറ്റും വെളിച്ചവും ചൂടും പ്രകൃതിയും ഒക്കെ പഴയതുപോലെ, ഒന്നും സംഭവിക്കാത്തതുപോലെ. സൂര്യൻ അപ്രത്യക്ഷമായത് നമ്മൾ അറിയുക പോലുമില്ല. ആദ്യത്തെ 8 മിനിറ്റ്, അതിനുശേഷം കഥ മാറും. അതിനു മുൻപ് സൂര്യൻ അപ്രത്യക്ഷമായാലും എന്തുകൊണ്ടാണ് ആദ്യത്തെ 8 മിനിറ്റ് ഒന്നും സംഭവിക്കാത്തത് എന്ന് നോക്കും. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏകദേശം 1500 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ 2,99,792 കിലോമീറ്റർ ആണ്. അതായത് ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ 1500 ലക്ഷം കിലോമീറ്റർ ദൂരം താണ്ടി സൂര്യന്റെ പ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് സമയം വേണം. സൂര്യൻ ഇല്ലാതായാൽ സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന അവസാനത്തെ പ്രകാശരശ്മിക്ക് ഭൂമിയിൽ എത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് സമയം വേണം. ഇനി മറ്റൊന്ന്, ഭൂമിയെ അതിന്റെ ഭ്രമണപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് സൂര്യന്റെ ഗുരുത്വാകർഷണ ബലം ആണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്ത പ്രകാരം ഗുരുത്വാകർഷണവും പ്രകാശത്തിന്റെ വേഗതയിൽ ആണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ അപ്രത്യക്ഷമായാലും ആദ്യത്തെ 8 മിനിറ്റ് ഒന്നും സംഭവിക്കാത്തത്. 8 മിനിറ്റിനു ശേഷം ഭൂമിയിൽ ഇരുട്ട് വ്യാപിക്കും. അതേസമയം തന്നെ ഗുരുത്വാകർഷണ ബലം ഇല്ലാതാകുന്നതോടുകൂടി ഭൂമി തന്റെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെട്ട് നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ആകാശത്ത് നക്ഷത്രങ്ങൾ പ്രത്യക്ഷം. ചന്ദ്രന്റെ പ്രകാശം കുറഞ്ഞ് ചന്ദ്രൻ അപ്രത്യക്ഷമാകും. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഇല്ലാതാകുന്നതോടെ ചന്ദ്രനെയും നമുക്ക് കാണാൻ സാധിക്കില്ല. നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മിൽക്കി വേ ഒരു പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിന്റെ ഏകദേശം 301 എന്ന തോതിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. നക്ഷത്രങ്ങളുടെ പ്രകാശം ഉള്ളതുകൊണ്ട് ചുറ്റുപാടുമൊക്കെ കുറച്ച് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വൈദ്യുതി ഉള്ളതുകൊണ്ട് എല്ലായിടത്തും രാത്രിയിൽ എന്ന പോലെ ലൈറ്റുകൾ തെളിഞ്ഞിട്ടുമുണ്ടാകും. ഒരു വ്യത്യാസം മാത്രം, ഭൂമിയിൽ എല്ലായിടത്തും രാത്രിയായിരിക്കും. എന്നാൽ ഈ സമയത്തും സൂര്യൻ അപ്രത്യക്ഷമായതാണെന്ന് ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സൂര്യൻ എന്തു പറ്റിയതാകും എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. ഗ്രഹണം വല്ലതും ആയിരിക്കും. കുറച്ചു കഴിയുമ്പോൾ സൂര്യൻ തിരിച്ചു വരും എന്ന് വിചാരിക്കും. 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടും സൂര്യൻ തിരിച്ചു വരാതിരിക്കുമ്പോൾ ആളുകൾ പരിഭ്രാന്തരാകാൻ തുടങ്ങും. പോകെ സർക്കാർ സംവിധാനങ്ങൾക്ക് ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ അവരും നിസ്സഹായരായിത്തീരും. ഇതേ സമയം ശാസ്ത്രജ്ഞന്മാർ സൂര്യൻ അപ്രത്യക്ഷമായതിന്റെ കാരണവും പരിഹാരങ്ങളും ഒക്കെ തേടി ദ്രുതഗതിയിൽ പഠനങ്ങൾ നടത്തുന്നുണ്ടാവാം. സൂര്യപ്രകാശം നിലയ്ക്കുന്നതിനാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നിർത്തും. അതോടെ ഓക്സിജന്റെ ഉൽപാദനം നിലയ്ക്കും. ഭൂമിയിലുള്ള ഓക്സിജന്റെ 99.9% ഓക്സിജനും പ്രകാശ സംശ്ലേഷണം വഴിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സൂര്യന്റെ പ്രകാശമില്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും സസ്യങ്ങൾക്ക് കഴിയാതെ വരും. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മറ്റു ജീവജാലങ്ങൾക്കും ചേർത്ത് ഏകദേശം 6 ട്രില്യൺ കിലോ ഓക്സിജൻ ആണ് ഒരു വർഷം ഉപയോഗിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 20 ട്രില്യൺ കിലോഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നിലച്ച് സസ്യങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയാൽ പോലും അന്തരീക്ഷത്തിൽ ഉള്ള ഓക്സിജൻ തീരാൻ 1000-ൽ-അധികം വർഷങ്ങൾ എടുക്കും. എന്നാൽ ഇതൊന്നും അല്ല. പിന്നെ എന്താണ് കാത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. സൂര്യൻ ഉള്ളപ്പോൾ ഭൂമിയിലെ വിവിധ കാലാവസ്ഥകളെല്ലാം ചേർത്ത് താപനില ഏകദേശം 14 മുതൽ 15 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. സൂര്യൻ ഇല്ലാതായാൽ ഭൂമിയിലെ താപനില കുറയാൻ തുടങ്ങും. ദിവസങ്ങൾക്കകം താപനില 0 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് താഴും. ചെടികളും മരങ്ങളും ഒക്കെ നശിച്ചു തുടങ്ങും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും താപനില ഏകദേശം -17 ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെ ആകും. സമുദ്രങ്ങളുടെ ഉപരിതലം ഐസ് പാളികൾ ആയി മാറും. അന്തരീക്ഷം തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി മാറും. സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് ഐസ് വ്യാപിക്കും. ഭൂമിയിൽ വീണ്ടും ജീവനില്ലാതാകും. എന്നാൽ എല്ലാ ജീവനും അത്ര പെട്ടെന്ന് ഇല്ലാതാകുമോ? ഈ സമയത്തും ഭൂമിയിലെ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ ചെറിയ ചൂടുണ്ടാകും. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ അഗ്നിപർവ്വതങ്ങളുടെ ചൂട് ലഭിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം അവിടെയുള്ള ജീവൻ അവശേഷിക്കും. അപ്പോൾ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? സൂര്യൻ അപ്രത്യക്ഷമായാൽ ആഴ്ചകൾക്കും മാസങ്ങൾക്കും ഉള്ളിൽ അമിതമായ തണുപ്പും ഭക്ഷണമില്ലായ്മയും ഇക്കോസിസ്റ്റം നശിക്കുന്നതും മൂലം മനുഷ്യനും ഇല്ലാതാകാൻ തുടങ്ങും. തണുപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചേക്കാവുന്ന പ്രത്യേകതരം ഷെൽട്ടറുകളിൽ താമസിക്കുന്നവരും അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും കുറെ കാലം കൂടി അതിജീവിച്ചേക്കാം. സൂര്യൻ അപ്രത്യക്ഷമാകുന്നതുകൊണ്ട് ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നതും സൗരയൂഥം നിലനിൽക്കുന്നതും. സൂര്യൻ ഇല്ലാതാകുന്നതോടെ ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെട്ട്
ബന്ധപ്പെട്ട് ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ നിന്നും വേർപെട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. അവയൊക്കെ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടി വരും. മറ്റു പല ഉൽക്കകളും ഗ്രഹങ്ങളും ഒക്കെ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഭൂമിയിലെ താപനില -73°C ആയി കുറയും. ഭൂമി തണുത്തു മരവിച്ച് ഒരു ഐസ് കട്ടയായി മാറിയിട്ടുണ്ടാകും. ഐസിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ ഐസ് നല്ലൊരു ഇൻസുലേറ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ അപ്രത്യക്ഷമായി കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ഐസ് പാളികൾക്കടിയിൽ ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് ചൂടുകൊണ്ട് സംരക്ഷിക്കപ്പെട്ട് വെള്ളത്തിന്റെ സാധ്യത നിലനിൽക്കും. സൂര്യൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമുദ്രങ്ങളുടെ അടിഭാഗത്ത് ജിയോ തെർമൽ വെന്റുകൾക്ക് സമീപം വസിക്കുന്ന സൂക്ഷ്മ ജീവികൾ ഉണ്ടാകും. സൂര്യപ്രകാശത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ആഴങ്ങളിൽ ആണ് അവ ജീവിക്കുന്നത്. അവ ഫോട്ടോസിന്തസിസ് കൊണ്ടല്ല, മറിച്ച് കീമോസിന്തസിസ് കൊണ്ടാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് സമുദ്രത്തിനടിയിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയ്ൻ തുടങ്ങിയവയെ ഓക്സിഡൈസ് ചെയ്ത് അവയിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഇതിന് സൂര്യപ്രകാശം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ അപ്രത്യക്ഷമായത് ഇവയൊന്നും അറിയുക പോലും ചെയ്യാതെ അവിടെ ജീവിച്ചു പോകും. സൂര്യൻ ഇല്ലാതായാൽ ഭൂമി സൗരയൂഥം വിട്ട് ഒരു ലക്ഷ്യവുമില്ലാതെ ബഹിരാകാശത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്നതായിരിക്കും ഭൂമിയുടെ വേഗത. ഏകദേശം 1 ബില്യൺ വർഷങ്ങൾ കൊണ്ട് ഭൂമി ഏതാണ്ട് 1,00,000 ലൈറ്റ് ഇയർ ദൂരം താണ്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഭൂമി വീണ്ടും വേറെ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ ചെന്നു പറ്റാം. അങ്ങനെ സമുദ്രത്തിൽ അവശേഷിക്കുന്ന സൂക്ഷ്മജീവികളിൽ നിന്നും വീണ്ടും ഒരിക്കൽ കൂടി ഭൂമിയിൽ ജീവൻ ഉയർത്തെഴുന്നേൽക്കാം. ഇതെല്ലാം തികച്ചും ഒരു കഥ പോലെ സാങ്കല്പികം മാത്രമാണ്. സൂര്യൻ അങ്ങനെയൊന്നും അപ്രത്യക്ഷമാകില്ല. പകരം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് സൂര്യൻ വലുതായി വരിക എന്നതാണ്. ഹൈഡ്രജൻ ഗ്യാസ് ഹീലിയം ആയി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ കൊണ്ടാണ് സൂര്യനിൽ ഊർജ്ജം നിലനിൽക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി പോകെ സൂര്യന്റെ ചൂടും വലിപ്പവും വലുതായി കൊണ്ടിരിക്കുകയാണ്. സൂര്യനുള്ള ഹൈഡ്രജന്റെ അളവ് കുറഞ്ഞു ഇല്ലാതാകും. ഏകദേശം 500 കോടി വർഷങ്ങൾ ഒക്കെ പിന്നിട്ട് കഴിയുമ്പോഴേക്കും സൂര്യൻ വികസിച്ച് ഒരു ബിഗ് റെഡ് ജൈന്റ് ആയി മാറും. ഗ്രാവിറ്റിയും ചൂടും ഒക്കെ വളരെ വർദ്ധിച്ച് സൂര്യനോട് അടുത്ത് കിടക്കുന്ന മെർക്കുറി, വീനസ് തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെയും സൂര്യനിലേക്ക് വലിച്ചെടുക്കപ്പെടും. ഒടുവിൽ നമ്മുടെ ഭൂമിയും. ഇതെല്ലാം ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാവുന്ന കാര്യമാണ്. അതിവേഗതയിൽ പുരോഗമിക്കുന്ന നമ്മുടെ ശാസ്ത്രലോകം ഇതിനും എന്തെങ്കിലും പ്രതിവിധി കാണുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.